എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിയേക്കുക. അപ്പോൾ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ സീരിയൽ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും കൂടെ കൂടിക്കോളും. അപ്പോൾ നമ്മുടെ കൃഷ്ണഗാഥ എന്ന സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? കഴിഞ്ഞ എപ്പിസോഡ് എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ നവീനും നമ്മുടെ സിതാരയും തമ്മിലുള്ള മീറ്റിംഗ് ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സിതാരയുടെ PA വന്നിട്ട് നമ്മുടെ നവീനെ കാണാൻ വേണ്ടി ഇങ്ങനെ സിതാര മേഡത്തിന് താല്പര്യമുണ്ടെന്ന് അറിയിക്കുക. അപ്പോൾ നവീൻ പറയും ഓക്കെ കാണാമെന്ന് പറയും. പിന്നീടാണെങ്കിൽ നമ്മുടെ നവീൻ്റെ വീട്ടിലാണെങ്കിൽ നമ്മുടെ കീർത്തി തോറ്റ് തുന്നമ്പാടി വന്നിരിക്കുന്നതുകൊണ്ട് ഫുഡൊന്നും കഴിക്കാതെയൊക്കെ ഇരിക്കുകയാണ്. അപ്പം നവീൻ അതൊന്നും മൈൻഡൊന്നും ചെയ്യുന്നില്ല. അവനത് താല്പര്യമില്ലാത്ത കാര്യമാണ്. അങ്ങനെ അവിടുത്തെ മുത്തശ്ശിയാണ് അമ്പലത്തിൽ പോകുമ്പോൾ ഭയങ്കര വിഷമത്തോടെ നിൽക്കുമ്പോൾ അവിടുത്തെ പൂജാരി പറയും ഇങ്ങനെ സർപ്പക്കാവിൽ പൂജ നടത്തണം, എങ്കിൽ മാത്രമേ ദോഷങ്ങളൊക്കെ ചിലപ്പോൾ മാറാമെന്ന് പറയുന്നു. അല്ലെങ്കിൽ ഒരു പെൺകുട്ടി പോലും അവിടെ വാഴില്ല എന്നുള്ള കാര്യം മുത്തശ്ശി അറിയാം. അപ്പോൾ മുത്തശ്ശി പറയുന്നത് ഞാൻ അതെല്ലാം ചെയ്യാം, ശരിയാക്കാം എന്ന് പറയുകയാണ്. പിന്നീട് നമ്മുടെ കൃഷ്ണയാണെങ്കിൽ എന്താ പറയുക, അമ്മയ്ക്ക് അസുഖം വയ്യാതെ ഇങ്ങനെ പൈസ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ബ്രോക്കർ കച്ചവടമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ആരും സഹായിക്കാനില്ലാതിരിക്കുന്നത് അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ അസുഖമാണ്. പിന്നെ തിരിച്ച് വീട്ടിൽ വരുന്നു. പിന്നെ അവൾ ഓരോ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേസമയം നവീൻ വീണ്ടും പ്രോപ്പർട്ടി വാങ്ങുകയാണ്. ആ പ്രോപ്പർട്ടി വാങ്ങാൻ നമ്മുടെ സിതാരയുടെ ടീം എത്തുകയാണ്. പക്ഷേ അത് നവീന് തന്നെ ലഭിക്കുകയാണ്. ബിസിനസ്സിൽ ഭയങ്കര ബുദ്ധിമാനായ നവീൻ അത് തന്ത്രപരമായി അതും കൂടെ വാങ്ങിച്ചെടുക്കുകയാണ്. അങ്ങനെ അതിൻ്റെ കമ്മീഷൻ അതിൻ്റെ ഉടമസ്ഥൻ പറയും ഇതൊരു പെൺകുട്ടി തന്ന ഇതാണ്, അതുകൊണ്ട് ആ കുട്ടിക്ക് ഈ ബ്രോക്കർ കാശ് കൊടുക്കണം എന്ന് പറയും, അതുകൊണ്ട് എനിക്ക് പൈസ വേണമെന്ന് പറയും. അങ്ങനെ 1 ലക്ഷം രൂപ അത് കൊടുക്കുകയാണ്. അപ്പോൾ തന്നെ അയാൾ കൃഷ്ണയെ വിളിച്ച് പറയുന്നത് ഇങ്ങനെ പൈസ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് വളരെ സന്തോഷമാകുന്നു. അത് മേടിക്കാൻ ഞാൻ വന്നോളാം എന്ന് പറയുകയാണ്. പിന്നീട് നമ്മുടെ നവീനും നമ്മുടെ സിതാരയും തമ്മിൽ മീറ്റ് ചെയ്യുന്നു. സിതാരയ്ക്ക് ഏറ്റവും വലുതെന്ന് പറയുന്നത് അവരുടെ മകളും ബിസിനസ് സാമ്രാജ്യമാണല്ലോ. അപ്പം മകളോട് പോലും ചോദിക്കാതെ നവീനോട് പറയും നമ്മൾ രണ്ടും ഒരുമിച്ച് നിന്ന് ഈ ലോകം മുഴുവൻ നമുക്ക് കീഴടക്കാം എന്ന് പറയും. എൻ്റെ മകളെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ഉടനെ തന്നെ നവീൻ വേറൊന്നും ആലോചിക്കത്തില്ല, റെഡിയാണെന്ന് പറയും. അങ്ങനെ കൈ കൊടുക്കുകയാണ്. പിന്നെ വീട്ടിൽ വന്നിട്ട് പറയും നമുക്ക് നാളെ പെണ്ണ് കാണാൻ പോകണം, ഇന്ന സ്ഥലത്താണ്. സിതാര എന്നാ പറയുന്ന ബിസിനസ്സുകാരിയുടെ മകളാണ്, ഗാഥ എന്നാണ് പേരെന്ന് പറയും. അപ്പം നമ്മുടെ കീർത്തിയൊക്കെ ഭയങ്കരമായിട്ട് ഞെട്ടും, ഇതെന്താ സംഭവിക്കുന്നതെന്നൊന്നും അറിയാതെ. അങ്ങനെ അപ്പം തന്നെ മുത്തശ്ശിയുടെ മനസ്സിലേക്ക് ഇത് വരുന്നു. കാരണം ആ കുട്ടിയുടെ ഭാഗ്യക്കേടാകുമല്ലോ, ഇത് ഏറ്റി മരിക്കുമല്ലോ എന്നൊക്കെയാണ് മുത്തശ്ശി ഇത് ചെയ്യുന്നത്. പക്ഷേ ഒന്നും പറയാനും പറ്റത്തില്ല, ഇവരാരും കേൾക്കത്തുമില്ല. അപ്പോൾ അങ്ങനെ ഇവർ പോകാൻ വേണ്ടി എല്ലാവരും റെഡിയാണ് പെൺകുട്ടിയെ കാണാൻ വേണ്ടിയിട്ട്. ഇതേ സമയം കൃഷ്ണയുടെ വീട്ടിലാണ്. കൃഷ്ണ ഇങ്ങനെ എന്താ എവിടെ പോയിട്ട് വരുന്ന സമയത്ത് അമ്മയെ കാണുന്നേ ഇല്ല. അപ്പോൾ അമ്മ റൂം അടച്ചമ്മ. അപ്പോൾ കൃഷ്ണയുടെ അമ്മ എന്താ മരിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. കാരണം ഇനിയൊരു ജീവിതമില്ല മുന്നോട്ട്. ഹോസ്പിറ്റലിൽ എന്തോ സർജറി എന്തോ അവരോട് പറയുന്നുണ്ട്. അപ്പോൾ അതിന് 10 ലക്ഷം രൂപയാവുമെന്ന് പറയുന്നു. അപ്പോൾ തൻ്റെ മകളെ ഇനിയും ബുദ്ധിമുട്ടിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് മരിക്കാമെന്ന് പറഞ്ഞ് കുരുക്കിട്ട് കഴുത്തിങ്ങനെ ഇടുമ്പോഴത്തേനും കൃഷ്ണ വന്ന് വിളിക്കും. അപ്പോൾ അവർ മിണ്ടത്തില്ല. അങ്ങനെ കൃഷ്ണ ജനലിലൂടെ നോക്കുമ്പോഴത്തേനും അമ്മ ഇങ്ങനെ മരിക്കാൻ വേണ്ടി തുടങ്ങുന്നു. അപ്പോൾ കൃഷ്ണ പറയും അമ്മ ഇറങ്ങുന്നത്. അപ്പോൾ കേൾക്കത്തില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ കൃഷ്ണ തൊട്ടടുത്തൊരു കത്തി എന്തോ കാണുന്നത് അതെടുത്ത് സ്വന്തം കഴുത്തിൽ വയ്ക്കുക. അപ്പം എന്നാൽ ഞാനും മരിക്കാമെന്ന് പറയും. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് കൃഷ്ണയുടെ അമ്മ താഴെ ഇറങ്ങും. അങ്ങനെ അമ്മയോട് പറയും അമ്മ ഒന്നും വിഷമിക്കേണ്ട, ഞാൻ പൈസ എങ്ങനെയും റെഡിയാക്കിക്കോളാം എന്നുള്ള കാര്യമൊക്കെ പറയും. മോളെ 10 ലക്ഷം ഇവിടെ, അതൊക്കെ ഞാൻ ശരിയാക്കിക്കോളാം, അമ്മ അതോർത്ത് ടെൻഷൻ അടിക്കണ്ടെന്ന് പറയും. അങ്ങനെ കൃഷ്ണ അതിനു വേണ്ടിയുള്ള ഓരോ ഒരുക്കത്തിലാണ്. പിന്നീടാണെങ്കിൽ നമ്മുടെ കൃഷ്ണ ഇങ്ങനെ ടെക്സ്റ്റൈൽസിൽ എവിടെ പോകുന്ന സമയത്ത് ഒരു സാരി നോക്കിയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഗാഥയും അവിടെ വരുന്നു. അപ്പോൾ ഗാഥയ്ക്ക് ആ സാരി വേണം. അപ്പോൾ ഇത് നമ്മുടെ നവീൻ കാണുന്നുണ്ട് ഇങ്ങനെ. അപ്പോൾ ഗാഥ വന്നിട്ട് ആ സാരി എടുക്കും, ഇത് എനിക്ക് വേണമെന്നൊന്ന് പറയാം. അങ്ങനെ കൃഷ്ണ എന്ത് ചെയ്യും, നവീനെ കണ്ട ഉടനെ ഇറങ്ങി ഓടുന്ന സമയത്ത് നമ്മുടെ നവീൻ ചെന്നിട്ട് ഗാഥയുടെ കയ്യിൽ നിന്ന് ആ സാരി വാങ്ങിയിട്ട് ഇത് മേടിച്ചിട്ട് അവിടെ നിൽക്കുന്ന അവരോട് പറയും ആ കുട്ടിക്ക് ഇത് കൊടുക്കാൻ പറയും. അങ്ങനെ ഈ സാരി ആ സെയിൽസ് ഗേൾ കൊണ്ടുപോയി നമ്മുടെ കൃഷ്ണയ്ക്ക് കൊണ്ട് കൊടുക്കുകയാണ്. അതാണ് നാളത്തെ എപ്പിസോഡിലുള്ളത്. അപ്പം മറ്റന്നാളത്തെ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.